കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് 650 ഗ്രാം കഞ്ചാവും 13 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പുമായി അസം സ്വദേശി പിടിയിൽ. അടുത്ത കാലത്ത് കോട്ടയത്ത് പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ RPF ക്രൈം ഇന്റലിജൻസ് ടീമുമായിട്ട് പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഫോൺ ഇപ്പോഴാണ്. RPF ക്രൈം ഇന്റലിജൻസ് തിരുവനന്തപുരം ടീമും കോട്ടയം റെയിൽവേ GRP ടീമും കൂടെ സംയുക്തമായിട്ട് രാവിലെ 10 മണി മുതൽ കോട്ടയം ഭാഗത്ത് 1ലും 2ലും 3ലും പ്ലാറ്റ്ഫോമുകളിൽ ഈ റൊട്ടീൻ ഇൻസ്പെക്ഷൻ ചെക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് വരവെ ഒരു ആസാം സ്വദേശിയായ ദിൽദാർ ഹുസൈൻ 28 വയസ്സ് എന്നയാളുടെ കയ്യിലൊരു ബാഗ് കാണപ്പെടുകയും അയാൾ സംശയാസ്പദമായി നിൽക്കുന്ന കണ്ട് ആ ബാഗ് പരിശോധിച്ചപ്പോൾ 13 ഫോണ്, ഇതൊരു ആപ്പിൾ ഐഫോണ്, അതുപോലെ ഒരു ലാപ്ടോപ്പ്, അതുപോലെ 650 ഗ്രാം കഞ്ചാവ് തൂക്കാനുള്ള മിഷന്, ഇത്രയും സാധനങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം കഴിഞ്ഞപ്പോൾ ഈ ലാപ്ടോപ്പ് എറണാകുളത്ത് കേസെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു സാംസങ്ങിൻ്റെ ഒരു മൊബൈലിന് തിരുവനന്തപുരത്ത് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു എറണാകുളം നമ്മുടെ മൺട്രോത്തുരുത്ത് ഭാഗത്ത് വെച്ച് ഒരു ബാഗ് ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയതിന് ഒരു 2 ഗ്രാം സ്വർണ്ണവും 10,000-16,000 രൂപയും ഒക്കെ എടുത്തതായിട്ട് അങ്ങനെ കുറ്റസമ്മത മൊഴിയിലുണ്ട്. അപ്പോൾ ഇന്ന് കേസെടുത്ത് ഈ ബാക്കി ഫോണുകൾ എല്ലാം കോടതി കൊടുക്കും. ലാപ്ടോപ്പ് എറണാകുളത്ത് കൊടുക്കേണ്ടതാണ്, അത് കോട്ടയം കോടതി കൊടുക്കും. കഞ്ചാവും നമ്മുടെ JFMC കോടതി പ്രൊഡ്യൂസ് ചെയ്യും. ഇയാൾ ആസാം സ്വദേശിയാണ്. ഇയാളുടെ മെയിൻ പരിപാടി മോഷണമാണ്. ജോലിക്കൊന്നും പോകത്തില്ല. ഇപ്പോൾ ഡ്രഗിന് അടിമയാണ്. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. RPF ക്രൈം ഇന്റലിജൻസിന്റെ ഇൻസ്പെക്ടർ ജിബിൻ സാറുണ്ട്, അവർ SI ഉണ്ട്, അവർ ഫുൾ ടീമുണ്ട്, ഞങ്ങളുടെ പോലീസുകാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സംയുക്തമായിട്ട് പരിശോധന നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്രയധികം മൊബൈൽ, 13 മൊബൈൽ, ലാപ്ടോപ്പ്, കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിയത്. ഇത് RPF ഇന്റലിജൻസ് ക്രൈം ടീമുമായിട്ട് നിരന്തരമായിട്ട് മാസത്തിൽ 2-3 തവണ ഇങ്ങനെ ചെക്കിങ് നടത്താറുണ്ട്. കോട്ടയത്താണ് കൂടുതൽ കിട്ടിയത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂർ നടത്തി, തിരുവല്ലയിലുണ്ട്, ഒരു തിരുവനന്തപുരത്താണ് നമ്മുടെ ടീം വരുന്നത്. അങ്ങനെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം മൊബൈലും ഈ ലാപ്ടോപ്പും ഈ സാധനങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ക്രൈം ഇന്റലിജൻസ് തമ്മിൽ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമുകളും അതുപോലെ ട്രെയിനുകളൊക്കെ പരിശോധിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ പ്രതിയെ നമുക്ക് കിട്ടുന്നത്. പുള്ളി ബംഗാൾ സ്വദേശിയാണ്. കഴിഞ്ഞ 3 മാസമായി വന്നിട്ട് ഈ 3 മാസവും ജോലിക്കൊന്നും പോകാതെ ഈ മോഷണങ്ങൾ മാത്രമാണ് പതിവ്. ഇവരെ മെയിൻ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഏതെങ്കിലും സ്റ്റേഷനിൽ വരും, ചെങ്ങന്നൂരോ കോട്ടയോ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് രാത്രി കിടന്നുറങ്ങുന്ന പാസഞ്ചേഴ്സിൻ്റെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ സ്വർണം, അതൊക്കെയാണ് ഗ്രൂപ്പായിട്ടല്ല. ഈ പുള്ളിയും പിന്നെ ഇയാളുടെ കൂടെ കൂട്ടാനുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ആളിനെ കിട്ടിയിട്ടില്ല, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇവർ ഈ സാധനം എടുക്കും. കൂടുതലും ഇപ്പോൾ റണ്ണിങ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വണ്ടി സ്ലോ ആവും എവിടെയെങ്കിലും. ഈ സമയത്ത് പെട്ടെന്ന് ഡോറിനടുത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള പാസഞ്ചേഴ്സിൻ്റെ ബാഗ് സ്നാച്ച് ചെയ്തിട്ട് ഇറങ്ങി ഓടും. അപ്പോൾ നമുക്ക് അവിടെ ക്യാമറകളൊന്നും കിട്ടത്തുമില്ല. അങ്ങനെയാണ് മെയിൻ ഇത്. ഇപ്പം നമ്മൾ പിടികൂടിയപ്പം ഈ പഴയ കേസുകളെല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊല്ലത്ത് മൺട്രോത്തുരത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ലേഡിയുടെ ബാഗ് സ്നാച്ച് ചെയ്ത് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു ലാപ്ടോപ്പ്, ഈ പറഞ്ഞ ലാപ്ടോപ്പ് മാവേലി എക്സ്പ്രസ്സിൽ നിന്ന് സ്നാച്ച് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിപ്പോയി. ഈ കേസെല്ലാം ഈ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. പുള്ളിയെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കഞ്ചാവാണ് കൂടുതലും പുള്ളി ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. കഞ്ചാവില്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാത്രി സമയത്ത് ഇതിൻ്റെ കെട്ടൊന്ന് മാറും. ആ സമയത്ത് അവർ ഉറക്കം എഴുന്നേക്കും, വീണ്ടും ട്രെയിനിൽ വന്ന് ഈ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഈ 13 ഫോണും ഈ ലാപ്ടോപ്പും മോഷ്ടിച്ചത് ഇയാൾ തന്നെയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് ഈ ലാപ്ടോപ്പ്, ഈ മൊബൈലിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് പരാതികൾ പല പോലീസ് സ്റ്റേഷനിലുണ്ട്. അത് വെരിഫൈ ചെയ്തതിന് ശേഷം, ഓണാക്കി വെരിഫൈ ചെയ്തതിന് ശേഷം അവരെ വിളിച്ചിട്ട് ഓരോ മൊബൈലിനും ഓരോരോ കേസ് സെപ്പറേറ്റ് ഇടണം. ഇത് ഓരോ ട്രെയിനും ഓരോ പ്രത്യേക സ്ഥലത്തൊക്കെ ആയിരിക്കും മോഷ്ടിച്ചത്. അപ്പോൾ അതിനെല്ലാം FIR ഓരോന്നിട്ട് ഇന്നൊരു FIR ഇട്ട് കോടതിയിൽ പ്രതിനെ സബ്മിറ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. അതിനുശേഷം ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഓരോ മൊബൈലിനും ഓരോ FIR വീണ്ടും. ഇപ്പൊ ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ മാത്രം തന്നെ 3,10,000 രൂപയുടെ സാധനമുണ്ട്. കഞ്ചാവിന്റെ വില കൂട്ടാതെ ഇത് മാത്രം 3,10,000 രൂപയുടെ സാധനമുണ്ട്. യാത്രക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതുപോലെ. അവര് നല്ല ഉറക്കത്തിലായിരിക്കും, അവര് ശ്രദ്ധിക്കുന്നില്ല യാത്രക്കാരും. ആ സമയത്ത് ഇവർ വന്ന് ഒരു കോച്ചിൽ കയറുന്ന 1-2 ഫോൺ എടുത്തോണ്ട് പോകുന്നു, ലാപ്ടോപ്പ് എടുത്തോണ്ട് പോകുന്നു. ഒരാഴ്ചക്കുള്ളിലാണ് ഇത്. ഈ രാത്രി കഞ്ചാവ് അടിച്ച് ട്രെയിനിൽ കയറുക, ആൾക്കാർ ഉറങ്ങി കിടക്കാൻ നേരത്ത് അന്നേരം സാധനം എടുക്കും. 1, 2, 3 മൊബൈലൊക്കെ ഒരു ദിവസം എടുത്തോണ്ട് പോകും. അപ്പോൾ അതിന്റെ ഉടമസ്ഥര് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരും. അത് നമ്മൾ പരാതി വരുന്ന സമയത്ത് FIR രജിസ്റ്റർ ചെയ്യും.
ചിലപ്പോൾ പരാതിയായിട്ട് തന്നെ അന്വേഷിക്കും. അത് ഇനിയിപ്പോൾ ഇത് ഓരോന്ന് ഓണാക്കി ഇതിന്റെ ഉടമസ്ഥനെ വിളിച്ചു വരുത്തി അത് അയാൾ കണ്ട് തിരിച്ചറിഞ്ഞ് വീണ്ടും കോടതിയിൽ ഓരോ അത് ഈ ബാഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ആസാമിൽ തൊട്ടുണ്ട്. ആസാം സ്വദേശിയാണ്. ഈ ആസാമിൽ നിന്നാണ് ഈ സാധനം കൂടുതൽ വരുന്നത്. 650 ഗ്രാം, 1/2 കിലോയുടെ മേലെ 650 ഗ്രാം കഞ്ചാവ്, സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോഴേക്ക് ജാമ്യം കൊടുക്കാവുന്ന മോഷണത്തിന് റിമാൻഡിലേക്ക്. കുറച്ചൊക്കെ യാത്രക്കാരുടെ അശ്രദ്ധയും കൂടെ ഉണ്ട്. ഈ ആൾക്കാർ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് ഉറങ്ങും, ബാഗ്, വില കൂടിയ സാധനങ്ങൾ. അപ്പം സ്വാഭാവികമായിട്ട് വണ്ടിക്കകത്ത് കയറുന്ന ഒരാൾ അത് കാണും എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇത് നാട്ടിൽ കൊണ്ടുപോവാ. ഇവരുടെ ആസാമിൽ കൊണ്ടുപോയിട്ട് ഇവർ ലോക്കഴിച്ച് മാറ്റും. എന്നിട്ട് അവിടെ വിൽപ്പന നടക്കും. ഇവിടെ ചില സ്ഥലത്ത് പെരുമ്പാവൂരും ആലുവയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിൽ നമ്മൾ എല്ലാ മൊബൈൽ ഷോപ്പിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള ഫോണുമായിട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ RPF ഇൻഫോം ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങളെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കോട്ടയം 2-3 കേസ് നമ്മൾ പിടിച്ചു. മൊബൈൽ ഫോൺ, വില കൂടിയ മൊബൈൽ ഫോണായിട്ട് വന്നിട്ട് ലോക്ക് അടിക്കാൻ പറ്റാതെ വരുന്നു. കടക്കാരൻ നമ്മളെ വിളിച്ചു പറയുന്നു, നമ്മൾ അവിടെ പോയി അവനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു, കേസെടുത്ത് വിടുന്ന ഒരു സാഹചര്യം. അടുത്ത കാലത്ത് കോട്ടയത്ത് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ RPF ക്രൈം ഇന്റലിജൻസ് ടീമുമായിട്ട് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ഫോൺ ഇപ്പോഴാണ് കിട്ടിയത്.